ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്കറിയാം നമ്മുടെ നോട്ടിഫിക്കേഷൻസ് ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് പടിയായിട്ട് വന്ന നോട്ടിഫിക്കേഷനാണ് PWD ഇറിഗേഷൻ ഗ്രേഡ് 2. ഇത് ഇപ്പം വാട്ടർ അതോറിറ്റി ഓവർസിയർ ഡ്രാഫ്റ്റ്മാൻ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 3 നോട്ടിഫിക്കേഷൻ വരാൻ പോവാണ് ഏപ്രിൽ 1-ാം തീയതി. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് ഈ ലിസ്റ്റുകളെല്ലാം തീരാൻ പോകുന്നത് 4th മന്തും 5th മന്തുമാണ്. അതായത് അടുത്ത വർഷം 2025 നമ്മുടെ ഏപ്രിൽ മെയ് മാസങ്ങളിൽ തീരാൻ പോകുന്ന ലിസ്റ്റാണ്. ആൻഡ് വി ആർ അപ്രോച്ചിങ് ടു ഏപ്രിൽ മെയ് മന്ത് അല്ലേ. നമ്മൾ ഏപ്രിൽ മെയ് മന്തിലേക്ക് കടക്കാൻ പോകണം. അപ്പോൾ ഒരു വർഷം ഉണ്ട് നമുക്കിനി ഈ ലിസ്റ്റുകളെല്ലാം തീരാൻ. അപ്പോൾ തന്നെ നമ്മുടെ PSC നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ച് തുടങ്ങി. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോസ്റ്റാണ് സിവിൽ എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പേർക്ക് ജോലി കിട്ടുന്ന ഒരു പോസ്റ്റാണ് LSTD-AE എന്ന് പറയുന്നത്. അപ്പോൾ LSTD-AEയുടെ ലിസ്റ്റും ഇതുപോലെ തന്നെ 4th മന്ത് 2025 തീരുന്ന ഒരു ലിസ്റ്റാണ്. അപ്പോൾ 2024 തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻസ് വരുന്നതിനോടൊപ്പം തന്നെ ഉടൻ തന്നെ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു നോട്ടിഫിക്കേഷനാണ് LSTD-AE എന്ന് പറയുന്നത്. അപ്പോൾ സിവിൽ എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നതും അതുപോലെ തന്നെ BTech കഴിഞ്ഞവർക്ക് അവർ പഠിച്ച അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ചിട്ടുള്ള ഒരു ജോബും നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ വഴിയായിരിക്കും കിട്ടുന്നത്. അപ്പം LSTD-AEന് പ്രിപ്പയർ ചെയ്യാനുള്ള സമയമായി എന്ന ഇൻഡിക്കേഷനാണ് PSC നമുക്ക് ഈ നോട്ടിഫിക്കേഷൻസിലൂടെ തരുന്നത്. സോ LSTD-AEക്ക് തയ്യാറെടുത്ത് ഇനിയും തുടങ്ങിയിട്ടില്ലാത്തവർക്ക് തുടങ്ങണം എന്നുള്ളൊരു ഇൻഡിക്കേഷനാണ്. സോ എത്രയും വേഗം തന്നെ LSTD-AE എക്സാമിന് വേണ്ടി തയ്യാറെടുത്ത് തുടങ്ങുക. അപ്പം LSTD-AE എക്സാമിന് കംപ്ലീറ്റ് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ക്ലാസ്സസ് കംപ്ലീറ്റ്ലി ഡിജിറ്റൽ ബോർഡിൽ നമ്മൾ എടുത്തിട്ടുള്ള ക്ലാസ്സസ് നമുക്ക് എൻട്രി ആപ്പിൽ അവൈലബിൾ ആണ്. സോ നമ്മളോടൊപ്പം അല്ലെങ്കിൽ എൻ്റെ ഗോൾഡ് ബാച്ചിൽ ചേർന്ന് നിങ്ങൾക്ക് LSTD-AE എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. നമുക്ക് ഇന്ന് തന്നെ ചിട്ടയായി പഠിച്ചു തുടങ്ങി LSTD-AE റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും ഉയർന്ന റാങ്ക് തന്നെ കരസ്ഥമാക്കണം. നമുക്കറിയാം 500 പേര് ലിസ്റ്റൊക്കെ ഇട്ടാലും ഇതുവരെ 200-something അഡ്വൈസസേ പോയിട്ടുള്ളൂ. അപ്പോൾ അതായത് നമുക്ക് 100-നകത്തൊരു റാങ്ക് വന്നാൽ മാത്രമാണ് അഡ്വൈസ് നമുക്ക് അധികം വർക്ക് ചെയ്യാതെ കിട്ടും എന്ന് ഉറപ്പ് വരുത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. താങ്ക് യു ഓൾ.